ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ബുക്ക് ജേർണലിങ് ചെയ്യുന്നത് ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജേർണലിങ് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് ഇതുപോലത്തെ ഒരു ജേർണലിങ് ബുക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്മോൾ ബുക്ക് ആൻഡ് അല്ലെങ്കിൽ ഒരു ഡയറി അങ്ങനത്തെ ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വേണ്ടത് ഒരു കത്രിക വേണം. പിന്നെ ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ജേർണലിങ് നല്ലൊരു നല്ലൊരു കളർഫുള്ളായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു കുറച്ച് സ്റ്റിക്കേഴ്സിനെ പോലത്തെ കുറച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളത് 3 ആക്കിയത് കേട്ടോ. ഭംഗിയുണ്ട് ഫ്രണ്ട്സ്. ഓക്കെ, നമുക്കൊരു പശ വേണം. അടുത്തത് നമുക്ക് കുറച്ച് സ്കെച്ചാണ്. നമ്മൾ സാധാരണ സ്കെച്ചസ് മതി കേട്ടോ. ഞാനതുപോലെ സാധാരണ സ്കെച്ച് കുറച്ച് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും നെയിംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഒട്ടിച്ചെടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലിറ്റർ പേപ്പറിനെ കൊണ്ടാക്കിയ ഒരു ഒട്ടിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് എടുക്കാം. ഇതുപോലത്തെ കുറേ എണ്ണം. ഇതൊരു ബുക്കാണ് കേട്ടോ ഫ്രണ്ട്സ്. ഒരു ചെറിയൊരു ബുക്കാണ്. ഇതിനെ കൊണ്ട് അത്ര ഒരു പ്രയോജനമില്ല, അതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് ആക്കിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ജേർണലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം. അപ്പോൾ നമുക്ക് ജേർണലിങ് ആക്കാൻ തുടങ്ങിയാലോ. ജേർണലിങ്ങിൽ നമുക്ക് നല്ലൊരു പേജ് നോക്കിയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു പേജാണ്. ഈ ഒരു പേജിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് മുമ്പേ. നോക്കൂ, ഭംഗിയുണ്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പേജിലാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾക്ക് വേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ കുറേ എണ്ണം ഉണ്ടല്ലോ ഫ്രണ്ട്സ്. അത് നമുക്ക് ഇതിലത്തേക്ക് ഇങ്ങനെ സൈഡായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. നമുക്കിത് ആദ്യം ഇങ്ങനെ മുറിക്കണം. അപ്പോൾ നമ്മൾ 3 ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഇതുപോലെ ഇങ്ങനെ എല്ലെണ്ണം 3 സ്റ്റിക്കേഴ്സ് പോലെയുള്ളതും നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മളിത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾക്ക് വേണ്ടത് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സാണ്. ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് നമ്മളുടെ 3 ഉള്ളത്. ഇത് ഈ ഒരു ജേർണലിങ് ചെയ്യുമ്പോൾ തന്നെ കഴിയും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിക്കർ എന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് പറയാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടപ്രകാരം ഒട്ടിക്കുന്നത് ഇതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഗേളിനെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ സ്റ്റിക്കർ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓക്കെ, നമുക്കിതൊന്ന് ഇവിടെ ഒട്ടിച്ചെടുക്കുവാണ്. ഓക്കെ, ഇനി നമ്മൾക്കിത് ഈ മിൽക്കിൻ്റെ ബോട്ടിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. നമ്മൾ ഇവിടെയാണ് ഒട്ടിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഇത് വേണോ ഞാനിപ്പോൾ ഏതാണ് ഒട്ടിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇത് ഒട്ടിക്കാം അല്ലേ. ബബിൾസ് ഉള്ളത് ഒട്ടിക്കാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ്.
അത് ഒട്ടിച്ചാൽ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടാവുമെന്നാണ് തോന്നണത് എനിക്ക്. അപ്പോൾ നമ്മളിത് ഒട്ടിക്കുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഒട്ടിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സ്റ്റിക്കേഴ്സാണ്. നമ്മൾ ഈ സ്റ്റിക്കറെല്ലാം യൂസ് ചെയ്യുന്നത് വേറെതാണ് കേട്ടോ. ഈ ഒരു സ്റ്റിക്കർ നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ്, ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒട്ടിച്ചെടുക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് എൻജോയ് യുവർ ഫ്രണ്ട്ഷിപ്പിന് എഴുതിയിട്ടുണ്ട് കേട്ടോ. വായിച്ചോളൂ. നമുക്കിതൊക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തതാണ്. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതാണ് കേട്ടോ. ഈ ഒരു ചെടി പോലത്തെ ഒരു സാധനമാണ് ഇത്. നമ്മൾ ഡബിൾ ടാപ്പ് അല്ല, ഇത് നമ്മൾ എന്താ പറയുക, ഗ്ലിറ്റർ പേപ്പർ. ഡബിൾ ടാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഗ്ലിറ്റർ പേപ്പറിനെ കൊണ്ടാണ് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇത് എവിടെ ഒട്ടിക്കുക, നമ്മൾ ഇവിടെ ഒട്ടിക്കുകയാണ് ഈ ഗേളിൻ്റെ അടുത്ത്. ഓക്കെ, ഭംഗിയായിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ താഴെയുള്ള ഫുൾ വീഡിയോ കാണാൻ മറക്കല്ലേ. അപ്പോൾ ബൈ ബൈ.